എവരിവൺ. നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്? സ്ട്രെസ് ഒരുപാട് കൂടി സ്ട്രെസ് ഈറ്റിംഗ് പോലുള്ള ദുശീലങ്ങള്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനോ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനോ സാധിക്കുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തഡാണ്, അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ആണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഇന്ന് വളരെയധികം പ്രചാരത്തിലും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആളുകൾ യൂസ് ചെയ്ത് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പ്രാക്ടീസ് ആണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, അതായത് ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം, അല്ലെ യോഗ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മളുടേതായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ്, അതിനുവേണ്ടി കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തണം, അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകണം. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു എക്സസൈസ് നമ്മൾ ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി സമയം മാറ്റി വെക്കണം, അല്ലെങ്കിൽ ജിമ്മിൽ നമ്മൾ പോകാൻ തയ്യാറാവണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ ഈ മൈൻഡ്ഫുൾനെസ്സിനെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് യാതൊരുവിധ ഒരുക്കങ്ങളോ നമുക്ക് ബുദ്ധിമുട്ടോ ഒന്നുമില്ല. നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ അറിഞ്ഞോ അറിയാതെയോ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്താണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ആയിരിക്കുന്നോ അല്ലെ എവിടെ ആയിരിക്കുന്നോ നമ്മൾ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു. അവിടെ പാസ്റ്റില് പഴയ കാര്യങ്ങളെ കുറിച്ചുള്ള ഓവറായിട്ടുള്ള ചിന്തകളോ, ഭാവിയെ കുറിച്ച് ഫ്യൂച്ചറിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ചിന്തകളോ ഒന്നുമില്ലാതെ, ഒരു മുൻവിധികളും ഇല്ലാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ അതിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഇതിന്റെ പിന്നിൽ ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് മൈൻഡ്ഫുൾനെസ്, അല്ലെങ്കിൽ അതിനെ കുറിച്ചൊരു ബേസിക് അവയർനെസ്, അതിനെ സംബന്ധിച്ചിട്ടുള്ള ഫാക്ട്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു അവ്യക്തമായിട്ടുള്ള, അല്ലെ നമുക്ക് അറിവില്ലാത്ത ഒരു ഏരിയയിലുള്ള ഒരു കാര്യമല്ല. നമ്മൾ എന്തായിരിക്കുന്നോ പ്രസന്റ് മൊമെന്റിൽ ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും നമ്മളുടെ ഡെയിലി ലൈഫിൽ അറിഞ്ഞോ അറിയാതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ്. എല്ലാ മനുഷ്യർക്കും പ്രസന്റ് മൊമെന്റിൽ ആയിരിക്കാനുള്ള കഴിവുണ്ട്, അല്ലെ? നമ്മളെല്ലാവരും നമ്മളുടെ ആ പ്രസന്റ് മൊമെന്റിൽ, ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോഴത്തെ എന്റെ ആ പ്രസന്റ് മൊമെന്റ് എന്ന് പറയുന്നത് അതാണ്. അത് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് എല്ലാ ഹ്യൂമൻ ബീങ്സിലും ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളുടെ തിരക്കുകളോ അല്ലെ നമ്മൾ ഒരുപാട് സ്ട്രെസ് നെർവസ് ഒക്കെ ആയിരിക്കുമ്പോൾ എല്ലാം മറന്നു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ മൈൻഡ്ഫുൾനെസ്സിൽ നമ്മൾ എവിടെയാണോ ആയിരിക്കുന്നത്, അല്ലെ എന്താണോ ആയിരിക്കുന്നത് ആ ഒരു കാര്യം, പക്ഷെ ഇതിൽ പല തരത്തിൽ വരാം മൈൻഡ്ഫുൾനെസ്. അതായത് നമ്മളിപ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ ആ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന, അത് നമ്മളൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്, മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ് എന്ന് പറയുന്നത്. കഴിക്കുന്ന ആഹാരത്തിൽ ഫോക്കസ് ചെയ്ത് ആ കഴിക്കുന്ന ആഹാരത്തിന്റെ നിറം, അതിന്റെ രുചി, മണം, ഇതിലൊക്കെ ഫോക്കസ് ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമ്മളുടെ ശ്വാസത്തില്, ബ്രത്തില് നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഞാൻ എങ്ങനെയാണ് ശ്വാസം എടുക്കുന്നത് എന്ന് ഒന്ന് ഫോക്കസ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമ്മളുടെ നെഞ്ചിന്റെ ഉയർച്ച താഴ്ചകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെയും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് മൈൻഡ്ഫുൾനെസ് തന്നെയാണ്. യു ഡോണ്ട് നീഡ് ടു ചേഞ്ച്. നിങ്ങൾ സ്വയം ഒരു മാറ്റത്തിന് തയ്യാറാകേണ്ട ആവശ്യം മൈൻഡ്ഫുൾനെസ്സിൽ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്സസൈസ് ഒക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചൊരു മാറ്റത്തിന് തയ്യാറാവണം. ഇവിടെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ്. എനിവൺ ക്യാൻ ഡു ഇറ്റ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ഹ്യൂമൻ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇതിന് പ്രായപരിധി ഇല്ല, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ക്വാളിറ്റിയുടെ ആവശ്യമുണ്ട്, ഒന്നുമില്ല. നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എവിഡൻസ് ബേസ്ഡ്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നത് ഒരു വിശ്വാസത്തിന്റെ പുറത്തോ, അല്ലെങ്കിൽ ചിലപ്പോൾ ശരിയാകും അല്ലെ അങ്ങനെയുള്ള ഒരു ഫെയ്ത്തിന്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഡെയിലി ലൈഫിൽ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നമ്മളുടെ സ്വന്തം ജീവിതത്തിലായെങ്കിലും നമുക്ക് സന്തോഷം, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ടും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രാക്ടീസാണിത്. പിന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ്ഫുൾ ടെക്നിക്ക് നോക്കാം. ഇതില് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ തിരക്കേറിയ ലൈഫ് ആണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ബെഡിൽ ഇരുന്ന് തന്നെ നമുക്ക് ഒരു അല്പസമയം മാറ്റി വെക്കാൻ നമ്മൾ തയ്യാറാണ് എങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു പ്രാക്ടീസാണ് മൈൻഡ്ഫുൾ വേക്കപ്പ് എന്ന് പറയുന്നത്. രാവിലെ നമ്മൾ എഴുന്നേറ്റ് ആ ബെഡിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു കസേരയിൽ ഇരിക്കുന്നു, അതിനുശേഷം കണ്ണുകൾ ഒന്ന് അടയ്ക്കുക, അടച്ച് നമ്മൾ ഒന്ന് റിലാക്സ്ഡ് മോഡിലേക്ക് വരിക.
അങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ആയിരിക്കുന്ന അറ്റ്മോസ്ഫിയറിൽ നമ്മളുടെ ആ എൻവയോൺമെന്റിൽ എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ, അല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഫാനിന്റെ സൗണ്ട്, ആ പ്രസന്റ് മൊമെന്റിൽ ആയിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളുടെ ബോഡിയിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുക. എന്റെ ശരീരം, നമ്മുടെ ബോഡിയുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഈ രാവിലെ ഉണർന്നു, എന്റെ ശരീരത്തിൽ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് എനിക്ക് പെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെൻസേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, നംനെസ്സോ എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊന്ന് നിങ്ങൾ ഒന്ന് കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ അനലൈസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബ്രെത്തിലൊന്ന് ശ്വസനത്തിൽ നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. അതിനുവേണ്ടി ദീർഘമായിട്ട് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കേണ്ടത് നമ്മുടെ നോസ്ട്രിൽ കൂടെയാണ്, മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക. ശേഷം വളരെ റിലാക്സ്ഡ് ആയിട്ട് വായിൽ കൂടി, മൗത്തിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഒരു 3 തവണ നമ്മൾ ശ്വസന വ്യായാമം ചെയ്യുക. നമ്മൾ സാധാരണ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് പോലെ തന്നെ മാത്രം അതിലൊന്ന് ആ ശ്വസനം എടുക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക ചെയ്യുക. അതിനുശേഷം നമ്മുടെ നോർമൽ ആയിട്ടുള്ള ശ്വാസം നമ്മൾ എടുക്കുന്നു. ഇവിടെയും നമ്മൾ നോർമലായിട്ട് ശ്വാസം എടുക്കുമ്പോൾ അതിന്റെ ആ ഒരു താളം, അതെങ്ങനെയാണ് നമ്മൾ ശ്വാസം എടുക്കുന്നത്, നമ്മൾ എപ്പോഴും ശ്വസനം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ഒട്ടും അവെയർ അല്ല അല്ലെ. ഓരോ സമയത്തും നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ മൈൻഡ്ഫുൾനെസ്സിലെ ആ ശ്വസനത്തിൽ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുക. നമ്മുടെ നെഞ്ചിന്റെ, ചെസ്റ്റിന്റെ ഉയർച്ച താഴ്ചകൾ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പുറത്തേക്ക് വിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ ഒന്ന് നോക്കാം. ഇനി നമ്മളുടെ ഡേ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട്, ആ ഒരു ദിവസം കൂടുതൽ മെച്ചപ്പെടുത്താൻ, നമ്മുടെ ലൈഫിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഈ ശ്വസനത്തിൽ ഒന്ന് ഫോക്കസ് ചെയ്തതിനു ശേഷം നമ്മളോട് തന്നെ ചോദിക്കുക, ഇന്ന് എന്താണ് എന്റെ ഇന്റൻഷൻ, ഞാൻ എന്താണ് ഇന്ന് ചെയ്യേണ്ടത്. നമ്മളുടെ ലൈഫിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി, എപ്പോഴും നമുക്കത് സാധ്യമല്ല എങ്കിലും ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്ന്, അല്ലെങ്കിൽ ഇന്നത്തെ എന്റെ ദിവസം മെച്ചപ്പെടുത്താൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഇന്ന് എനിക്ക് ഏറ്റവും അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട കാര്യം എന്താണ്, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളോട് പറയുക, ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെ ശാന്തതയോടെ ഞാൻ ചെയ്യും. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഇതിലൊന്നും ഞാൻ വീണു പോകാതെ എന്നോട് വളരെ സ്നേഹത്തോടെയും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇപ്പൊ ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമാണെങ്കിൽ മറ്റുള്ളവരോട് ഞാൻ കഴിവതും ദേഷ്യപ്പെടില്ല എന്നൊരു തീരുമാനം എടുക്കുക. എപ്പോഴും നമുക്കിത് പാലിക്കാൻ കഴിയുമെന്നൊന്നും ഉറപ്പില്ലെങ്കിലും നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ഒരു ഇന്റൻഷൻ നമ്മുടെ ലൈഫിൽ സെറ്റ് ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടത്. അങ്ങനെ നമ്മളുടെ ദിവസം ആരംഭിക്കുകയാണ്. നമ്മളുടെ സാധാരണ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ഒന്നും സമയം ആവശ്യമില്ല, അധികം ഒരുക്കങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇരിക്കുന്ന ആ ഒരു പൊസിഷനിൽ ഇരുന്ന് ഒരു 5-10 മിനിറ്റ് ഒരല്പം ശ്രദ്ധ നമ്മളിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ശേഷം നമ്മളുടെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു ദിവസം നമ്മുടെ ഒരു ഡേയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴെങ്കിലും ഒക്കെ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് അവെയർ ആകാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒരല്പ സമയം ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഒന്ന് കണ്ണുകൾ അടച്ച് നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ ഇന്ന് സെറ്റ് ചെയ്ത എന്റെ ഇന്റൻഷനിൽ ഞാൻ എത്രത്തോളം സക്സസ് ആണ്, ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ അധികം ടെൻഷൻ ഇന്ന് അടിക്കുന്നില്ല, സ്ട്രെസ് ഒത്തിരി അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു കാര്യത്തിൽ ഞാൻ അമിതമായിട്ട് ആശങ്കപ്പെടുന്നില്ല എന്ന് ഉള്ളത് എത്രത്തോളം എനിക്ക് പാലിക്കാൻ സാധിച്ചു എന്ന് നമ്മൾ ഒരു ഫീഡ്ബാക്ക് എടുക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് നമുക്ക് കൂടുതൽ ഒരു അവയർനെസ് ഉണ്ടാക്കാനും കൂടുതൽ മെച്ചപ്പെടാനും അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നമ്മളുടെ ലൈഫൊക്കെ നമ്മൾ വളരെ തിരക്കേറിയ ഒരു ജീവിതമാണ് നമ്മൾ എല്ലാവരും ലീഡ് ചെയ്യുന്നതെങ്കിലും ഒരല്പസമയം, ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട്, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരാനും ഒരുപാട് നല്ലൊരു സന്തോഷം, അതിന് ഏറ്റവും ഉപരിയായി നമ്മളോടും മറ്റുള്ളവരോടുമുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനും അത് നമ്മളെ സഹായിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.